ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഷെറിൻ ന്യൂ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂള കൊണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു തക്കാളി, ഒരു ഉള്ളി, 2 പച്ചമുളകുമാണ് കേട്ടോ. പൂള ചെറിയ പീസായി കഴുകി വൃത്തിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കുക്കറിലേക്ക് ഇടാം. ഞങ്ങൾ കുറച്ച് പേരുള്ളതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് പൂളെ കട്ട് ചെയ്തിട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക്, ഉള്ളി എന്നിവ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൂള കഴിക്കുന്നവർക്ക് ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതില്ലാതിരിക്കാനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് പാകത്തിനനുസരിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. പൂള മുങ്ങാവുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കണേ. പിന്നെ നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇത് വേവാൻ വേണ്ടത് 3 വിസിലാട്ടോ. ഞങ്ങൾക്ക് ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്നാണ് കറിവേപ്പിലൊക്കെ എടുക്കാറ്. നല്ല മഴ പെയ്തുകൊണ്ട് ഇലകളൊക്കെ നല്ല നനഞ്ഞു നിൽക്കുക കേട്ടോ. അങ്ങനെ ഇതാ കറിയിലേക്ക് ആവശ്യമായ വേപ്പില എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തുകൊണ്ടാണ് തോന്നുന്നത് ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കറി വറവിടാം. അതിലേക്ക് വേണ്ടതൊരു വറ്റൽ മുളക്, കറിവേപ്പില, കടുക്. അങ്ങനെ 3 വിസിലടിച്ച് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഹായ്, നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേവാത്ത കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ക്രിസ്പിയായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ കിഴങ്ങ് കൊണ്ടല്ലേ ഇസ്റ്റ് ഉണ്ടാക്കാറ്? ഞങ്ങൾ ഇന്നൊരു വട്ടം പൂള കൊണ്ടാണ് ടേസ്റ്റ് ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.